ഞാൻ വീണ്ടും പ്രേക്ഷകരെ ഇപ്പോൾ കാണിക്കുന്നത് മുണ്ടക്കയിലെ LP സ്കൂളാണ്. ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ ഓർക്കുക. ഇതിനി ഒരു വർഷം മുൻപത്തെ ദൃശ്യങ്ങൾ ഓർക്കുക. അതായത് ഈ ദുരന്തത്തിന് മുൻപ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടാകും. സ്കൂളിൽ കുട്ടികളുടെ അതേ യൂണിഫോം ഇട്ട ഒരു ടീച്ചർ കുട്ടികൾക്കൊപ്പം സൈക്കിൾ ചവിട്ടുന്ന ഒരു ഗ്രൗണ്ട് അല്ലേ, മുണ്ടക്കയിൽ ശാലിനി ടീച്ചറാണ് അന്ന് കുട്ടികളുമായിട്ട് അങ്ങനെ കളിച്ച് രസിച്ച് നടന്നത്. ആ ടീച്ചർ, അതെ, ഇതായിരുന്നു ഗ്രൗണ്ട് കേട്ടോ. ഈ ഗ്രൗണ്ടിലാണ് അന്ന് ശാലിനി ടീച്ചർ കുട്ടികളുമായി സൈക്കിൾ ചവിട്ടിയിരുന്നതും അത് റീലുകളായിട്ടും ഒക്കെ നമ്മുടെ സ്റ്റോറി ആയിട്ടും ഒക്കെ പ്രേക്ഷകർ കണ്ടത് ആ കാഴ്ചകളാണ്. പിന്നീട് ഗ്രൗണ്ട് മാറി, ഈ സ്കൂൾ മാറി. സ്കൂളിൻ്റെ രൂപം അന്ന് ഞങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം ഞാൻ കമലേട്ടനും വ്യാസേട്ടനും ഞങ്ങൾ ഇതേ ടീം തന്നെയാണ് ഇവിടെ വന്നത്. അന്ന് ഇവിടെ മുഴുവൻ ചെളി നിറഞ്ഞ് കിടക്കുകയായിരുന്നു, നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ ചെളി നിറഞ്ഞ് കിടക്കുകയായിരുന്നു. ഉച്ചഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ അന്നേ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ തൊട്ടുപിറകിൽ ഒരു കെട്ടിടം, അത് ഉദ്ഘാടനം പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് തോന്നുന്നു ഭക്ഷണം വെക്കാനൊക്കെ ആയിട്ട് വേണ്ടി നിർമ്മിച്ചാണോ എന്നറിയില്ല, ഒരു ചെറിയ കെട്ടിടം നിർമ്മിച്ചിരുന്നത്, അതിന്റെ ഉദ്ഘാടനം പോലും നടത്താൻ കഴിഞ്ഞില്ല. ഇതാണ് ഇപ്പോൾ LP സ്കൂൾ, മുണ്ടക്കയിലെ LP സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥ. ഇവിടുത്തെ കുട്ടികളാണ് ഇപ്പോൾ മേപ്പാടിയിൽ നമ്മുടെ അബ്ദുൽ കലാം ഹാള്, അതായത് നമ്മുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നിരുന്ന ആ ഹാളാണ് മാറ്റിയിട്ട് LP സ്കൂളാക്കി മാറ്റിയ കുട്ടികളുടെ ആവശ്യപ്രകാരം ശാലിനി ടീച്ചറെയും അശ്വതി ടീച്ചറെയും അവിടെ വീണ്ടും പോസ്റ്റ് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾ അവിടുന്നാണ് ഇത്തവണ സ്കൂൾ തുറക്കുന്ന ദിവസം നമ്മൾ അവിടുന്ന് ദൃശ്യങ്ങളൊക്കെ കൊടുത്തത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഇവിടുത്തെ കുട്ടികൾ എന്ന് അറിയാലോ, ഇപ്പൊ LP സ്കൂളിലെ കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായി പറഞ്ഞത്. പക്ഷെ എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണമെന്നില്ല, ചിലപ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. പറഞ്ഞത് മുണ്ടക്ക വെള്ളാർമല സ്കൂളിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചിട്ടുണ്ട്. ഈ 3 വാർഡിൽ എവിടെങ്കിലും യോഗ്യമായ ഒരു സ്ഥലം കണ്ടെത്തി ഈ 2 വിദ്യാലയങ്ങളും പുനർനിർമ്മിക്കാനുള്ള ഒരു നടപടി തുടങ്ങിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിരുന്നു അങ്ങനെ എന്തായാലും നിർമ്മിച്ചു നൽകുമെന്ന്. പക്ഷെ അതിനൊരു നമുക്കറിയാലോ, ഇപ്പൊ സർക്കാരിന്റെ കാര്യങ്ങളാകുമ്പോൾ ഭയങ്കര ഡിലേ ആണ്. പിന്നെ ഇവിടുത്തെ സാഹചര്യങ്ങൾ, ഉത്തമമായ ഒരു സ്ഥലം കണ്ടെത്തുക എന്നിപ്പോ നമുക്കറിയാം, ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് തന്നെ കണ്ടെത്തുന്നത് എത്രയോ സമയമെടുത്താണ്. അതിലെ 80% ഭൂമി ഹാരിസൺ മലയാളം കമ്പനിയുടെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുമായിട്ട് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് സർക്കാരിന് അവരുമായിട്ടൊരു ഡീലിന് സർക്കാരിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല, കോടതിയിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ സ്ഥലങ്ങൾ കണ്ടെത്തണം. അങ്ങനെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഭൂമിപരമായി ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക എന്നത് പ്രധാനപ്പെട്ടാണ്. എവിടെയാണ് അപകട സാധ്യതയുണ്ട് അതൊക്കെ പരിശോധിച്ച് മാത്രമാണ് സ്ഥലം കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പരമാവധി വേഗത്തിൽ നടത്താൻ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ മുണ്ടക്കൈ LP സ്കൂളിന്റെ ഒരു ചെറു പതിപ്പെങ്കിലും അല്ലെ ഇതിനോട് അടുത്തൊരു സ്ഥലത്ത് ഉണ്ടായാൽ തന്നെ അത് ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പഠിച്ചിരുന്നത്. ഇപ്പോഴത്തെ തോട്ടം തൊഴിലാളികളുടെ മക്കൾ അതിൽ ഇതര സംസ്ഥാനക്കാരുണ്ട്. ഇപ്പൊ ആസാം തൊഴിലാളികളൊക്കെയാണ് കൂടുതലും പാടിയത്. അങ്ങനെയുള്ള കുട്ടികളടക്കം ഈ സ്കൂളില്ലെങ്കിൽ അവർ പഠിക്കില്ല, അത്രയേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. കാരണം അവർ വേറൊരു സ്ഥലത്ത് പോയി പഠിക്കില്ല. തോട്ടം തൊഴിലാളികളുടെ ഇപ്പോഴും ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ മക്കൾ. പക്ഷെ അവർ ഇപ്പൊ ഇവിടെ താമസമില്ല. പക്ഷെ എന്നാലും പാലത്തിന് അക്കരെയൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം. അപ്പോൾ ആ ഒരു ഇടപെടൽ കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയോടുകൂടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ അപ്പുറത്തെ ചില വീടുകളിൽ കൂടി താമസയോഗ്യമാണ് എന്ന് പറഞ്ഞിരുന്നല്ലേ. അതായത് ഈ LP സ്കൂളിന്റെ അവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അവിടെ ആ കെട്ടിടം കാണുന്ന ആ വീടുകളിലേക്ക് പോകാൻ ഒരു പാലം ഉണ്ടായിരുന്നു. അത് 2019 ഒലിച്ചു പോയിട്ട് പുനർനിർമ്മിച്ചതാണ്. അത് കഴിഞ്ഞ ഒരു പൊട്ടലിന് വീണ്ടും ഒലിച്ചുപോയി. അപ്പൊ ഈ താഴെ കാണുന്ന വീടുകളിൽ നിന്ന് എന്തായാലും തകർന്നു പോയതാണ്. അതിന് മേലെയുള്ള ചില വീടുകൾ ഈ കമ്മീഷന്റെ കണ്ടെത്തൽ പ്രകാരം താമസയോഗ്യ എന്ന് പറഞ്ഞു. അവിടുത്തെ ചേച്ചിയൊക്കെ അന്ന് വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ജോൺ മത്തായി എന്ന് പറഞ്ഞാൽ ദൈവമല്ലല്ലോ എന്നൊക്കെ ആ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോയി താമസിക്കാം. അതാണ് നമ്മളിപ്പോ സർക്കാർ ഇപ്പൊ സാങ്കേതികമായി ഇത് താമസയോഗ്യമാണെന്ന് പറഞ്ഞാലും ഈ അനുഭവങ്ങൾ നേരിട്ടവർ, അവരുടെ തന്നെ ഉറ്റവർ ഉടയവരൊക്കെ നഷ്ടപ്പെട്ടവർ വീട് ചിലപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് മാത്രം അവർക്ക് വീണ്ടും അങ്ങോട്ടേക്ക് ജീവിതം വീണ്ടും അവിടെ പറിച്ചിടാൻ കഴിയില്ല. അപ്പോൾ അത്രയും മാനസിക പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്. നമ്മളീ പറയുന്ന പോലെ സ്വിച്ചിട്ടാൽ ഓണാവുന്നത് പോലെയോ മാറ്റാവുന്നത് പോലെയോ നമ്മുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന വേദനകൾ മാറ്റാൻ കഴിയില്ല. അതിനൊരു നിശ്ചിത സമയം വേണം. അതിനുള്ള പരിശ്രമങ്ങൾ അത് അവരുടെ ഭാഗത്ത് മാത്രമല്ല എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അങ്ങനെ കാലക്രമേണ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ അത് സാധ്യമാകുമെന്ന് നോക്കാം. നിലവിൽ എന്തായാലും അവരൊന്നും ഇവിടെ വന്ന് വീണ്ടും ജീവിക്കാൻ പറഞ്ഞത് തന്നെയാണ്. അതിൽ പാലത്തിന് ഇക്കരെ ഇനി ജനവാസ മേഖല സാധ്യമല്ല. പകല് വന്ന് തോട്ടം തൊഴിലൊക്കെ നടത്തി പോവാന്നുള്ളതല്ലാതെ ആരും ഇവിടെ ഇപ്പോഴൊന്നും എന്തായാലും താമസിക്കാൻ തയ്യാറാവും. കമലേട്ടൻ തന്നെ ഒക്കെ ചെയ്ത അണ്ണയ്യന്റെ അദ്ദേഹത്തിന് ഏകദേശം 2 ഏക്കറോളം സ്ഥലമാണ് നഷ്ടപ്പെട്ടു പോയത്. അതെങ്ങനെയെങ്കിലും കൃഷിഭൂമിയായി തിരിച്ചു കിട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൃഷിഭൂമി അവർക്ക് കൈവശം വെക്കാം, അന്ന് കൃഷി ചെയ്യാം. കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല. നോ ഗോ സോണിൽ, ഗോസോണിൽ താമസിക്കാന്ന് പറയുന്നത്. പക്ഷെ താമസിക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ ഇവിടുന്ന് പുറത്തുപോയി പിന്നെ കൃഷിക്ക് വേണ്ടി ഇങ്ങോട്ട് വരെ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ട്. പ്രായോഗികമല്ല. ഒരു പക്ഷെ അണ്ണയ്യേട്ടൻ വന്നിരിക്കും, അടുത്ത തലമുറ എന്തായാലും
വരില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് നോക്കിയാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും മനുഷ്യവാസം ഇല്ലാതായി പോകുന്ന ഒരു സ്ഥലമായി പോകുന്ന ആശങ്കയാണ് നേരത്തെ അബൂക്കൊക്കെ നമ്മളോട് സൂചിപ്പിച്ചത്. കാരണം ഇവിടെ മറ്റ് സൗകര്യങ്ങൾ ഇല്ലാതെ വരുന്നതോടുകൂടി ആളുകൾ സ്വയമേവ പിന്തിരിയാൻ തയ്യാറാകും എന്നതാണ് കാണുന്നത്. അത് അല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ ജീവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം. സർക്കാരിൻ്റെ ഇടപെടലൊക്കെ കൃത്യമായിട്ട് ഉണ്ടാകുമെന്ന് കരുതാം.